നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വെൽക്കം ടു മൈ PSC ബുള്ളറ്റ്. മനുഷ്യനിൽ അടിഞ്ഞുകൂടിയ കൊഴുപ്പ് ഉരുക്കിക്കളയാൻ ഉത്തമമായത് ഉറക്കം, സംഗീതം കേൾക്കുക, നടക്കുക, വ്യായാമം ചെയ്യുക. കൊഴുപ്പിനെ ഉരുക്കിക്കളയാൻ വ്യായാമമാണ് ഉത്തമം. മനുഷ്യനിലെ ഏറ്റവും വലിയ എല്ല് സ്ഥിതി ചെയ്യുന്നത് എവിടെ? തുടയിൽ, തലയിൽ, കൈകളിൽ, നെഞ്ചിൽ. മനുഷ്യനിലെ ഏറ്റവും വലിയ എല്ല് സ്ഥിതി ചെയ്യുന്നത് തുടയിലാണ്. മൂന്നാമത്തെ ചോദ്യം നോക്കാം. നിന്നുകൊണ്ട് ഉറങ്ങുന്ന ജീവി ഏത്? ജിറാഫ്, കങ്കാരു, കുതിര, ആന. നിന്നുകൊണ്ട് ഉറങ്ങുന്ന ഒരു ജീവിയാണ് കുതിര. ഏത് മനുഷ്യഭാഗത്തിൻ്റെ പഠനമാണ് കാർഡിയോളജി? വൃക്ക, ഹൃദയം, ശ്വാസകോശം, തലച്ചോറ്. മനുഷ്യനിലെ ഹൃദയത്തെക്കുറിച്ചുള്ള പഠനമാണ് കാർഡിയോളജി. ചെറിയ രീതിയിലുള്ള അലർജി ശമിപ്പിക്കാൻ ഉത്തമമായത് ചായ, ഇളനീർ, കാപ്പി, ഗ്രീൻ ടീ. അലർജി ശമിപ്പിക്കാൻ ഗ്രീൻ ടീക്ക് കഴിവുണ്ട്. ആദ്യമായി മുന്തിരിയിൽ നിന്നും വീഞ്ഞ് ഉൽപ്പാദിപ്പിച്ച രാജ്യം ഏത്? അമേരിക്ക, ജപ്പാൻ, ഇറാൻ, ഇന്ത്യ. ആദ്യമായി മുന്തിരിയിൽ നിന്നും വീഞ്ഞ് ഉൽപ്പാദിപ്പിച്ച രാജ്യമാണ് ഇറാൻ. പുഷ്പങ്ങളുടെ മഹാറാണി എന്നറിയപ്പെടുന്ന പുഷ്പമേത്? മുല്ല, ജമന്തി, ചെമ്പരത്തി, റോസ്. പുഷ്പങ്ങളുടെ റാണി എന്നറിയപ്പെടുന്ന പുഷ്പമാണ് റോസ്. ചോളത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് എന്ത്? ഇരുമ്പ്, ക്ലോറിൻ, കാൽസ്യം, പൊട്ടാസ്യം. ചോളത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് ഇരുമ്പാണ്. താരനുള്ളവർക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഇല ഏത്? മുരിങ്ങയില, വേപ്പില, തുളസിയില. ഇവയൊന്നുമല്ല. താരൻ ശമിപ്പിക്കാൻ ഉത്തമമായ ഇലയാണ് വേപ്പില. മനുഷ്യനിൽ ആദ്യം വളരുന്ന അവയവം ഏത്? തലച്ചോറ്, കാലുകൾ, ഹൃദയം, കണ്ണ്. മനുഷ്യനിൽ ആദ്യം വളരുന്ന അവയവമാണ് ഹൃദയം. ഇന്ത്യയിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന പ്രധാന അസംസ്കൃത വസ്തു യുറേനിയം, കൽക്കരി, തോറിയം, പെട്രോളിയം. കൽക്കരിയാണ് ശരിയായ ഉത്തരം. ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏത്? ഹരിയാന, ഉത്തർപ്രദേശ്, ആന്ധ്രാപ്രദേശ്, പഞ്ചാബ്. ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് ഹരിയാന. ഇന്ത്യൻ പതാകയുടെ വലിപ്പത്തിൻ്റെ അനുപാതം 2:3, 3:4, 3:2, 4:3. ഇന്ത്യൻ പതാകയുടെ വലിപ്പത്തിൻ്റെ അനുപാതം 2:3 ആണ്. ഹൈക്കോടതി ജഡ്ജിമാർ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ആരുടെ മുന്നിലാണ്? രാഷ്ട്രപതി, ഗവർണർ, മുഖ്യമന്ത്രി. ഇവയൊന്നുമല്ല. ഹൈക്കോടതി ജഡ്ജിമാർ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ഗവർണറുടെ മുമ്പിലാണ്. വേൾഡ് ബയോസ്ഫിയർ റിസർവായി പ്രഖ്യാപിക്കപ്പെട്ട ഇന്ത്യൻ പ്രദേശം നന്ദാദേവി, നീലഗിരി, സുന്ദർബൻ, നിക്കോബാർ ദ്വീപുകൾ. നിക്കോബാർ ദ്വീപുകളാണ് ശരിയായ ഉത്തരം. ഇന്ത്യയിലെ ഏക അഗ്നിപർവ്വതമായ ബാരൺ സ്ഥിതി ചെയ്യുന്നത് മധ്യപ്രദേശ്, ഗുജറാത്ത്, ആൻഡമാൻ നിക്കോബാർ ദ്വീപ്, ലക്ഷദ്വീപ്. ബാരൺ സ്ഥിതി ചെയ്യുന്നത് ആൻഡമാൻ നിക്കോബാർ ദ്വീപിലാണ്. ബീഹാറിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം നയിച്ചത് ആരായിരുന്നു? താന്തായി തോപ്പി, ഝാൻസി റാണി, ബഹദൂർ ഷാ, കൺവീർ സിംഗ്. കൺവീർ സിംഗ് ആയിരുന്നു. ഇന്ത്യയിലെ എല്ലാ കുടുംബങ്ങൾക്കും ബാങ്ക് അക്കൗണ്ട് എന്ന ലക്ഷ്യത്തോടെ പ്രധാനമന്ത്രി ജൻധൻ യോജനയ്ക്ക് തുടക്കം കുറിച്ച വർഷം
2015, 2016, 2014, 2013. 2014 ഏഷ്യയിലെ ആദ്യത്തെ ആണവ ഗവേഷണ റിയാക്ടർ ഏത്? അപ്സര, സൈറസ്, കാമിനി, ധ്രുവ. ഏഷ്യയിലെ ആദ്യത്തെ ആണവ ഗവേഷണ റിയാക്ടറാണ് അപ്സര. ഏഴാച്ചേരി രാമചന്ദ്രന് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കവിതാ സമാഹാരം. ഒരു വെർജീനിയൻ വെയിൽക്കാലം, ചാരുലത, ഉഷ്ണരാശി, നിരീശ്വരൻ. ഒരു വെർജീനിയൻ വെയിൽക്കാലമായിരുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ ആദിവാസി വിഭാഗം? കുറുമർ, കൊറഗർ, പണിയർ, കുറിച്യർ. കേരളത്തിലെ ഏറ്റവും വലിയ ആദിവാസി വിഭാഗമാണ് പണിയർ. ഏത് സംസ്ഥാനത്തിലാണ് മഹാബോധി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്? മധ്യപ്രദേശ്, ബീഹാർ, ഉത്തർപ്രദേശ്, ജാർഖണ്ഡ്. മഹാബോധി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ബീഹാറിലാണ്. എണ്ണൂർ തുറമുഖം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത്? തമിഴ്നാട്, മഹാരാഷ്ട്ര, ഗുജറാത്ത്, ആന്ധ്രാപ്രദേശ്. എണ്ണൂർ തുറമുഖം സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലാണ്. ജാർഖണ്ഡിൻ്റെ തലസ്ഥാനമായ റാഞ്ചി ഏത് നദിയുടെ തീരത്താണ്? ബ്രാഹ്മണി, സുവർണരേഖ, ഗോദാവരി, വംശധാര. സുവർണരേഖയുടെ തീരത്താണ്. രാജ്യത്തിൻ്റെ പേര് സ്റ്റാമ്പിൽ അച്ചടിക്കാത്ത ഏക രാജ്യം? ഇംഗ്ലണ്ട്, ജർമ്മനി, ജപ്പാൻ, ഈജിപ്ത്. ഇംഗ്ലണ്ടാണ് ശരിയായ ഉത്തരം. ലോകത്തിൽ ഏറ്റവും കൂടുതലുള്ള കറൻസി ഏത്? ഡോളർ, റുപ്പി, ദിർഹം, ദിനാർ. ലോകത്തിൽ ഏറ്റവും പ്രചാരത്തിലുള്ള കറൻസിയാണ് ഡോളർ. കരടി ദേശീയ മൃഗമായിട്ടുള്ള രാജ്യം ഏത്? അമേരിക്ക, ബ്രിട്ടൻ, ചൈന, റഷ്യ. കരടി ദേശീയ മൃഗമായിട്ടുള്ള രാജ്യമാണ് റഷ്യ. ഉർവശി അവാർഡ് 4 പ്രാവശ്യം നേടിയ നടി ആരാണ്? ഷർമിള ടാഗോർ, ശബാന ആസ്മി, ഹേമമാലിനി, ശാരദ. ശബാന ആസ്മി ആയിരുന്നു. പാർലമെൻറ്റിൻ്റെ മാതാവ് എന്ന പേരിൽ അറിയപ്പെടുന്ന രാഷ്ട്രം ഏത്? ഇന്ത്യ, ചൈന, അമേരിക്ക, ബ്രിട്ടൻ. ബ്രിട്ടനാണ് ശരിയായ ഉത്തരം. ഏറ്റവും കൂടുതൽ പ്രചാരമുള്ള ഇന്ത്യൻ മാഗസിൻ ഏത്? ദിനമണി, മംഗളം, ദി വീക്ക്, മനോരമ ആഴ്ചപ്പതിപ്പ്. മനോരമ ആഴ്ചപ്പതിപ്പാണ് ശരിയായ ഉത്തരം. മനുഷ്യ ശരീരത്തിലെ കായിക പേശിയിൽ എത്ര ജോഡി ക്രോമോസോമുകൾ ഉണ്ട്? 23, 24, 46, 48. 24 ക്രോമോസോമുകൾ ഉണ്ട്. നിലക്കടല ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏത്? കേരളം, തമിഴ്നാട്, ആസാം, ഗുജറാത്ത്. നിലക്കടല ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് ഗുജറാത്തുകാരാണ്. ആദ്യമായി മലയാളം അച്ചടിച്ചത് എവിടെയാണ്? ശിവകാശി, ഫ്രാൻസ്, ഹോളണ്ട്, ഇംഗ്ലണ്ട്. ആദ്യമായി മലയാളം അച്ചടിച്ചത് ഹോളണ്ടിലായിരുന്നു. ആഫ്രിക്കയുടെ കൊമ്പ് എന്നറിയപ്പെടുന്ന രാജ്യം ഏത്? സൊമാലിയ, ബലാല, സിസിലി, സിംഗപ്പൂർ. ആഫ്രിക്കയുടെ കൊമ്പ് എന്നറിയപ്പെടുന്ന രാജ്യമാണ് സൊമാലിയ. ഇലക്ഷൻ കമ്മീഷൻ ആരുടെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്? പ്രധാനമന്ത്രി, നിയമമന്ത്രി, ആഭ്യന്തര മന്ത്രാലയം. ഇതൊന്നുമല്ല. ഇലക്ഷൻ കമ്മീഷൻ പ്രവർത്തിക്കുന്നത് ഇവയുടെയൊന്നും ഷാലിമാർ എന്ന പേര് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പെയിൻറ്,
സോപ്പ്, മിഠായി, ചെരുപ്പ്. ഷാലിമാർ എന്ന പേര് പെയിൻറ്റുമായി ബന്ധപ്പെട്ടതാണ്. നോബൽ സമ്മാനം ആദ്യമായി ലഭിച്ച ഇന്ത്യൻ പൗരൻ ആര്? രവീന്ദ്രനാഥ ടാഗോർ, എം വിശ്വേശ്വരയ്യ, അമർത്യാസെൻ, സി വി രാമൻ. രവീന്ദ്രനാഥ ടാഗോറിനായിരുന്നു. കിണറ്റിൽ നിന്നും ഏറ്റവും കുറഞ്ഞത് എത്ര അടി അകലെ ആയിരിക്കണം കക്കൂസ്? 50 അടി, 150 അടി, 200 അടി, 300 അടി. കിണറ്റിൽ നിന്നും ഏകദേശം 50 അടി മാറിയായിരിക്കണം കക്കൂസ്. എല്ലുകളിൽ അടങ്ങിയിരിക്കുന്ന മുഖ്യ ഘടകം ഏത്? കാൽസ്യം, സോഡിയം, ഫോസ്ഫറസ്, മിനറൽസ്. എല്ലുകളിൽ അടങ്ങിയിരിക്കുന്ന മുഖ്യ ഘടകമാണ് കാൽസ്യം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലുതും ബലിഷ്ഠവുമായ പേശി ഏത്? നിതംബ പേശികൾ, ഹൃദയപേശി, കാൽക്കുഴ, കൈമുട്ട്. നിതംബ പേശികളാണ്. രക്തം കട്ടിയാകാത്ത രോഗം ഏത്? ഹീമോഫീലിയ, ഹൈപ്പറൈറ്റ്സ്, പോളിസൈത്തീമിയം, ഫൈനീലിയ. രക്തം കട്ടിയാകാത്ത രോഗമാണ് ഹീമോഫീലിയ. ഉപനിഷത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം എന്ത്? മൺപുറ്റ്, പുരാണങ്ങൾ, മഹാകാവ്യം, അടുത്തിരുത്തുക. ഉപനിഷത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം അടുത്തിരുത്തുക എന്നാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ TV ടവർ എവിടെ സ്ഥിതി ചെയ്യുന്നു? ന്യൂഡൽഹി, മുംബൈ, താണ, പൂന. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ TV ടവർ സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ്. ഇന്ത്യയിൽ സംസ്കൃതം സംസാരിക്കുന്നവർ മാത്രം താമസിക്കുന്ന ഏക ഗ്രാമമേത്? മാറ്റൂർ, ചിറ്റൂർ, കൂർഗ്, കുടക്. മാറ്റൂരാണ്. ഇന്ത്യയിലെ വാനമ്പാടി എന്നറിയപ്പെടുന്ന കവയത്രി ആര്? സരോജിനി നായിഡു, വിലാസിനി, പുഷ്പലത, കമലം. ഇന്ത്യയിലെ വാനമ്പാടി എന്നറിയപ്പെടുന്ന കവയത്രിയാണ് സരോജിനി നായിഡു. സുമന്തകം കഥയെ ആധാരമാക്കി രചിക്കപ്പെട്ട മലയാള മഹാകാവ്യം ഏത്? വിജ്ഞാനകോശം, കേശവീയം, രാമചന്ദ്രവിലാസം, അഭിജ്ഞാനശാകുന്തളം. കേശവീയമാണ് ശരിയായ ഉത്തരം. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ലോഹം ഏത്? ഇരുമ്പ്, ചെമ്പ്, അലൂമിനിയം, സോഡിയം. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ലോഹമാണ് സോഡിയം. MT വാസുദേവൻ നായരും NP മുഹമ്മദും ചേർന്നെഴുതിയ നോവലിൻ്റെ പേരെന്ത്? അക്ഷരം, അറബിപ്പൊന്ന്, ഒരു ദേശത്തിൻ്റെ കഥ, അയൽക്കാർ. അറബിപ്പൊന്ന്. ഇടിമിന്നലിൻ്റെ നാട് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന രാജ്യം ഏത്? ബ്രസീൽ, കാനഡ, ഭൂട്ടാൻ, കാമറൂൺ. ഇടിമിന്നലിൻ്റെ നാട് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന രാജ്യമാണ് ഭൂട്ടാൻ. ബ്ലാക്ക് ബെൽറ്റ് ലഭിക്കുന്നത് എന്തിനാണ്? ഗുസ്തിയിൽ, ബോക്സിങ്ങിൽ, ജൂഡോ, ഡാൻസിംഗ്. ബ്ലാക്ക് ബെൽറ്റ് ലഭിക്കുന്നത് ജൂഡോയിലാണ്. പുരുഷന് നാവ് ഉപയോഗിച്ച് ചലിപ്പിക്കുമ്പോൾ വികാരം കൂട്ടുന്ന സ്ത്രീ ശരീരഭാഗം? യോനി, പൊക്കിൾ, സ്തനം, ചുണ്ട്. യോനിയാണ് ശരിയായ ഉത്തരം.